നീ എന്തായി ചെയ്യുന്നത്? കോഴികൾക്കൊക്കെ കശുവണ്ടി പരിപ്പ് കൊടുക്കുവാണ്. നീ എന്താ കഴുതയാണോ? അതെ. അതെനിക്ക് കണ്ടപ്പോഴേ തോന്നി. കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികൾക്ക് കശുവണ്ടി ബാദം പരിപ്പാണോ കൊടുക്കുന്നത്? അതൊക്കെ ദഹിക്കണമെങ്കിലേ നന്നായിട്ട് ഓടേണ്ടി വരും, അറിയാവോ? ഇത് തന്നെയാ തോത്താറാമൻ പറഞ്ഞേ. അതായത് കശുവണ്ടി ബദാം പരിപ്പൊക്കെ ദഹിപ്പിക്കാൻ വേണ്ടി ഓടേണ്ടി വരുമെന്ന്. ഓടിക്കോ ഓടിക്കോ, അല്ലെങ്കിലേ നിങ്ങളുടെ ആരോഗ്യം ഒക്കെ പോകും. അയ്യോ, വേഗം പിടിക്കേ. അതെ വേഗം പിടിക്കാം. എന്റെ അമ്മേ, ചില നേരത്ത് കോഴിവാലും പുലിവാലാവുമല്ലോ. സംശയമുണ്ടോ? അല്ല, നീ എന്താ ഈ തിന്നുന്നത്? കഴുതകളൊക്കെ ഇതാ തിന്നാറ്. അത് ശരി, എന്നാ പിന്നെ ഞാനും തിന്നും. ഞാനും കഴുതയാണല്ലോ. എന്റെ മൂഡ് അത്രക്ക് ശരിയല്ല, എന്നെ വീണ്ടും മൂടോട്ടാക്കരുത്. എന്നാ പിന്നെ ഞാൻ കഴുതയാണെന്ന് നീ ഒന്ന് അംഗീകരിക്കുന്നേ. ഇന്ന് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ അടങ്ങിയുള്ളൂ. കേട്ടില്ലേ, വയലിൽ കഴുത കയറിയിട്ടുണ്ടെന്ന്. അതായത് നീയും പിന്നെ ഞാനും. ആ ശരി ശരി, ഞാൻ ഇടത്തോട്ട് തിരിഞ്ഞ് ഓടിക്കോളാം. നീ വലത്തല്ല നിൽക്കുന്ന, നീ വലത്തോട്ട് ഓടിക്കോ. ഓടാ വേഗം. ഓടിക്കോ. ഓക്കേ. അയ്യോ, വയലിൽ കഴുത കയറിയേ. ഞാൻ തന്നെ കഴുത. ഞാനാ നിങ്ങളുടെ വിളവ് മൊത്തം തിന്നത്. മാത്രമല്ല ഞാനാ നേരത്തെ കരഞ്ഞതും. ഡേച്ചു ഡേച്ചു ഡേച്ചു. അയ്യോ, നിക്കണേ, ഒന്ന് നിക്കണേ ചേട്ടാ. എന്തിനാ അവനെ തല്ലാൻ ഓടിക്കുന്നത്? ഇവൻ ഞങ്ങളുടെ വയലിലെ വിളകൾ മൊത്തം തിന്നുകയായിരുന്നു. എന്നാ പിന്നെ കഴുതയും തല്ലിക്കൂടെ? അതും തിന്നുവല്ലായിരുന്നോ? എന്റെ അമ്മച്ചി. പുതിയ അലാറം വല്ലതും ആണോ? നീ എന്താണ് ചെയ്യുന്നത്? ഞാനൊരു കഴുതയാണ്. അത് മനസ്സിലായി. പക്ഷെ നേരം വെളുത്ത 6 മണിക്ക് അത് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. സംശയമുണ്ടോ? എന്നോട് ഒരു കഴുത ചലഞ്ച് ചെയ്തിരിക്കുക. ഞാനൊരു കഴുതയല്ലെന്ന് അവൻ പറഞ്ഞത്. ഏത് കഴുതയാ മണ്ടത്തരം പറഞ്ഞത്? ആ കറുത്തയാണോ? അയ്യോ അല്ല, ഇത് ശരിക്കുള്ള കഴുതയാ പറഞ്ഞത്. ഞാൻ അവനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കഴുതയാണെന്ന് എനിക്ക് അവന്റെ മുമ്പിൽ തെളിയിച്ച് കാണിക്കണം. ഒരു മിനിറ്റ്, ഞാൻ എന്താ കാണിച്ചു തരാം. കണ്ടില്ലേ, ഞാൻ ശരിക്കൊരു കഴുതയാണെന്ന് നിങ്ങൾക്ക് 3 പേർക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. അതിരാവിലെ തന്നെ ഏത് ഭൂതം ഇവന്റെ കൂടെ കൂടിയത്? എടാ, ഇത് പഴയ ഭൂതം തന്നെയാണ്. ഹണിക്കാണത് പുതിയതായിട്ട് തോന്നുന്നത്. ഈ ഭൂതം മിക്കവാറും നമ്മുടെ ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം കുളവാക്കും. സംശയമുണ്ടോ? എടാ ബണ്ണി, എടുത്ത് കഴിക്കേ. എന്തായി നോക്കിയിരിക്കുന്നത്? സോർദാറേ, ഈ മുട്ട കണ്ടിട്ട് എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താ, നീ ഇനി മുട്ടയിടാൻ പോവാണോ? അല്ല കൂട്ടുകാരെ, മുട്ട വിറ്റ് നമുക്കും കാശുണ്ടാക്കണം. 2 മുട്ട വിറ്റിട്ട് എന്തോ സമ്പാദിക്കാനാ? എടാ കഴുതേ, ഈ 2 എണ്ണമല്ല, പോൾട്രി ഫാം തുടങ്ങുന്ന കാര്യമാ പറഞ്ഞേ. പോൾട്രി ഫാമോ?
എടോ ഈ കൊട്ടും പാട്ടും ഒക്കെ ഒന്ന് നിർത്ത്. അയ്യോ എന്റെ ചേട്ടാ ഈ തട്ടുമുട്ടൊക്കെ ഒന്ന് നിർത്ത. നിങ്ങൾ കുറച്ച് ദൂരേക്ക് പോയി നിന്ന് കൊട്ടാമോ പ്ലീസ്? ഞങ്ങളുടെ കൂട്ടുകാരന് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് ഞങ്ങൾക്ക് സന്തോഷത്തിന്റെ ദിവസമാണ്. എന്റെ സഹോദരന്റെ കല്യാണമാണ്. ആടണം പാടണം. എന്റെ പിള്ളേരെ തകർത്തു വായിച്ചോ. ബെല്ലെ 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 ബെല്ലെ. ചോക്ലേറ്റ് കേക്കാണോ? എടാ തിന്നല്ല, ഇത് ചോക്ലേറ്റ് കേക്ക് അല്ല, കുതിര അപ്പിയിട്ടതാ. സംശയമുണ്ടോ? അയ്യേ ചേ എന്റെ ദേഹത്ത് കുതിര ചാണകം ഇട്ടു. നമ്മുടെ കല്യാണ ചെക്കൻ കുതിരയും കൊണ്ട് ഓടിപ്പോയി. അതെ, കല്യാണ ചെറുക്കൻ കുതിരയും കൊണ്ടല്ല, ആ കുതിര ചെറുക്കനെ കൊണ്ട് ഓടിപ്പോയത്. പിടിക്കോ. രണ്ടുപേർ തമ്മിൽ തല്ലുമ്പോ മൂന്നാമനത് ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് തമ്മിൽ തല്ലാതെ സ്നേഹത്തോടെ കഴിയൂ. സംശയമുണ്ടോ? അമ്മേ. അയ്യോ, അയ്യോ. അത് പിന്നെ ഞാനിത് കഴിക്കുകയായിരുന്നില്ല, ഇതിന്റെ സൈസ് ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു. അയ്യോ സോർദാറെ, മുട്ട പൊട്ടിക്കരുത്, ഇതാണ് വിൽക്കാനുള്ളത്. അല്ല, ഇവരെന്തിനാ ഈ ബഹളം വയ്ക്കുന്നേ? കൂട്ടുകാരെ വേഗം വരൂ. അയ്യോ എന്റെ ചെടികൾ.
കഴുത സാധാരണ പുല്ലാണ് തിന്നാറ്. ഞാനൊരു വലിയ കഴുതയല്ലേ, അതുകൊണ്ട് ഞാൻ ഈ ചെടികളാ കഴിച്ചത്. എന്റെ ഗാർഡൻ മുഴുവൻ നശിപ്പിച്ചല്ലോ. ഇന്നലെ പോയ കരണ്ട് അത് രാവിലെ വന്നു. ഏതോ ഒരു കഴുത എന്റെ ചെടി മുഴുവനും തിന്നു. ആ കഴുത ഞാൻ തന്നെയാണ്, പക്ഷെ ഇത് രാവിലെ അല്ല തിന്നത്. ഇന്നലെ രാത്രി തന്നെ ഞാൻ അത് മൊത്തം തിന്നു തീർത്തു. ഞാൻ കഴുതാന്നെല്ലാവരും സമ്മതിച്ചല്ലോ. സോറി കണ്ണാ സാറേ, ഈ കഴുത 2 എണ്ണം കിട്ടിയാലേ പഠിക്കുള്ളൂ. കഴുതകൾക്കാണെങ്കിൽ അടികൊണ്ട് നല്ല ശീലമാണല്ലോ, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. തല്ലിക്കൊന്നേ, തല്ലിക്കോ കൊച്ചലിയാ. തെളിക്കോ തെളിക്കോ തെളിക്കോ. ഓഫീസിലെ ഓണാഘോഷ പരിപാടിക്ക് എനിക്ക് ഗിഫ്റ്റ് തന്നു. ആ റോസപ്പൂ തിന്നപ്പോ എന്റെ ആ ലില്ലിയെങ്കിലും ഒന്ന് വെറുതെ വിടാമായിരുന്നു. ഇതെല്ലാം എന്റെ പുറത്തെടുത്ത് വെച്ചോ. വെച്ചോളൂ വെച്ചോളൂ. എന്റെ ഭാരം പകുതി കുറഞ്ഞിരിക്കുകയാണ്, പക്ഷേ ഈ ഭാരം നിന്റെ കപ്പാസിറ്റിയേക്കാൾ കൂടിയിരിക്കുകയാണ്. ഒരു ബോക്സ് ഞാൻ എടുത്തുകൊള്ളാം. ഞാൻ കഴുതയാണ്, എല്ലാ ഭാരം എന്നെ കൊണ്ട് ചുമക്കാൻ പറ്റും. വെച്ചോളൂ വെച്ചോളൂ. വേണമെന്നുണ്ടെങ്കിൽ ബാലു ഡോക്ടറും കയറിക്കോ, അതും എനിക്ക് പ്രശ്നമില്ല. അത് ശരി, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അയ്യോ, ഡോക്ടർ എന്താ ഈ ചെയ്യുന്നേ? ഇവിടെ വരൂ. ഇവൻ തന്നെയാണ് എന്നോട് പറഞ്ഞത് ഈ സാധനങ്ങളെല്ലാം അവന്റെ പുറത്ത് വയ്ക്കണമെന്ന്. എന്നിട്ട് എന്നോട് കയറിയിരുന്നോളാൻ പറഞ്ഞു. അയ്യോ ഡോക്ടർ ബാലു, ഇവനൊരു കഴുതയാണ്, പക്ഷെ ഡോക്ടർക്ക് ബുദ്ധിയുണ്ടല്ലോ. എന്റെ ഹണി, നീ ഇത്രയും ബോക്സ് പുറത്ത് വെക്കാൻ നീ എന്തിനാ പറഞ്ഞേ? കാരണം ഞാനൊരു കഴുതയാണെന്നുള്ള കാര്യം തെളിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എടാ, നേരത്തെ തന്നെ തെളിഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി വീണ്ടും വീണ്ടും തെളിയിക്കേണ്ട ആവശ്യമില്ല. സംശയമുണ്ടോ? അതെ, നീ ഒരു കഴുതയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ കാര്യം അംഗീകരിക്കുന്നത് നിങ്ങൾ മാത്രമല്ലേ. പക്ഷെ ഞാൻ ഈ ലോകം മുഴുവൻ അംഗീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇവിടെ വരൂ ഹണി. കാട്ടിൽ ആനകളെ വീഴ്ത്താൻ ഉപയോഗിക്കുന്ന കെണി നീ ഒരു കഴുതയാണെന്ന് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത് വരെ നീ ഒരു 1-ാം തരം കഴുതയാണെന്നാണ് ശരിക്കും തെളിയുന്നത്. കൊള്ളാം കൊള്ളാം കൊള്ളാം, അടിപൊളി ചട്നിയാണ്. സമൂസയുടെ ഒപ്പം ഈ തക്കാളിയുടെ ചട്നിയാണ് ഏറ്റവും കൂടുതൽ ചേരുന്നത്. അതെന്തായാലും കലക്കി. എന്റെ അമ്മേ, ഗരം മസാല കുറച്ച് കൂടി പോയിന്നാണ് തോന്നുന്നത്. ആഹാ, അത് 50 സമൂസ കഴിച്ചു കഴിഞ്ഞപ്പോഴാണോ മനസ്സിലായത്? 1000 രൂപയും എടുത്തേ. ഇത്രയും കാശോ? ആ കാശ് ഞാൻ തരാം. ഈ 100 രൂപ ടിപ്പാണ്. കാരണം നിങ്ങളായതുകൊണ്ടാണ് ഈ മാണിക്യത്തെ എനിക്ക് കിട്ടിയത്. മാണിക്കോ, അതെവിടെയാണ്? അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ടാ കിട്ടാഞ്ഞത്? മാണിക്യം കാണാൻ വേണ്ടി നല്ല ദീർഘദൃഷ്ടി അത്യാവശ്യമാണ്. സമൂസയിൽ ഉരുളക്കിഴങ്ങുണ്ട്. അല്ല, ഉരുളക്കിഴങ്ങാണോ അതോ മാണിക്കമാണോ? നല്ലൊരു ഭക്ഷണ പ്രിയനാണ് താങ്കൾ. എന്താ ശരിയല്ലേ? അതെ, ഞാനൊരു ഭക്ഷണ പ്രേമിയുമാണ്. നന്നായി കുക്കും ചെയ്യും. കുക്കാണല്ലോ. എന്നാൽ നീ എനിക്ക് വേണ്ടി കഴിക്കാവോ? എല്ലാം കഴിക്കണം. സമൂസയിൽ ഉരുളക്കിഴങ്ങുണ്ട്. അതറിയാം, എല്ലാ സമൂസയിലും ഉരുളക്കിഴങ്ങ് ഉണ്ടാവാറുണ്ട്. താങ്കൾ കഴിക്കുമല്ലോ സർദാർ സാർ. ഞാൻ കഴിപ്പിക്കും, എല്ലാ ദിവസവും കഴിപ്പിക്കും. ഒരു മിനിറ്റ് സർദാറെ, താങ്കൾ എല്ലാം ഫ്രീ ആയിട്ട് കഴിപ്പിക്കുവോ? അതെ, മാത്രമല്ല ദിവസവും 5000 രൂപയും ഞാൻ ഇദ്ദേഹത്തിന് കൊടുക്കും. 5000 റുപ്പീസ്. കഴിക്കുന്നതിന്റെ കാശാണ് കൊടുക്കുന്നേ. കാശ് മരത്തിൽ കായ്ക്കില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ പണം കായ്ക്കുന്ന മരമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സംശയം. ആക്ഷൻ. ഇയാളെ കൊണ്ട് നടക്കില്ല. വേഗം ഷൂട്ട് നിർത്താൻ നോക്ക്. ഹണി, എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ജോർദാർ ഇന്നലെ രാത്രി പോലും ഒന്നും കഴിച്ചിട്ടില്ല. ഒരുപാട് കഴിക്കും അവൻ. ഇനി ഷൂട്ടിംഗ് എങ്ങാനും നിന്ന് പോയാ അതിന്റെ ചെലവ് മുഴുവൻ നമ്മൾ കൊടുക്കേണ്ടി വരും. സംശയമുണ്ടോ? നീ ഒരു ദുഷ്ടനാണ്, വഞ്ചകനാണ്, ചതിയനാണ്. എടാ, നിന്നെ ഞാൻ അങ്ങനെയല്ല. ആ. അഥവാ സർദാറിന് കഴിക്കാൻ വേണ്ടി നമ്മൾ ഭീഷണിപ്പെടുത്തി ഷൂട്ട് ചെയ്യിച്ച പോലെ ഡയറക്ടറിന് തോന്നും. ജീവിതം എന്ന് പറയുന്നത് ഒരു ത്രാസ് പോലെയാണ്. ഒരു തട്ടിൽ സുഹൃത്ത് ബന്ധമുണ്ട്, മറ്റേ തട്ടിൽ കൂട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്ന പേയ്മെന്റും ഉണ്ട്. സംശയമുണ്ടോ? ഇനി നീ തീരുമാനിക്ക്, ത്രാസിന്റെ ഏത് തട്ടാണ്.
അയ്യോ ദാ എണ്ണ പുറത്തു വന്നു. നമ്മളെല്ലാരും പണക്കാരായേ. ഇനി നമ്മൾ വിലപിടിപ്പുള്ള ഒരുപാട് കാറുകൾ വാങ്ങിച്ചു കൂട്ടും. നമുക്ക് സ്വന്തമായിട്ട് പെട്രോൾ പമ്പുകൾ ഉണ്ടാവും. നമുക്ക് സ്വന്തമായിട്ട് ഓയിലിന്റെ ബിസിനസ്സും ഉണ്ടാവും. ഉയ് ഉയ്. എടാ കഴുതേ, ഇത് എണ്ണയല്ല വെള്ളമായി വരുന്നേ. നീ വെള്ളത്തിന്റെ പൈപ്പ് ലൈനാടാ പൊട്ടിച്ചത്. അയ്യോ ഞാനെന്താ പെട്ടെന്ന് പിച്ചക്കാരനായതുപോലെ തോന്നുന്നേ. മാറങ്ങോട്ട്, ഞാൻ ചെയ്തോളാം. അയ്യോ എന്തായി കാണിച്ചത്? അയ്യോ നിങ്ങളിങ്ങനെ ബഹളം വെക്കല്ലേ. എന്ത് ബഹളം വെക്കരുതെന്ന് സിറ്റി മുഴുവനും കുളവാക്കിയതും പോരാ. ഈ മണ്ടന്മാരെ ആരാ പണിയേൽപ്പിച്ചത്? ഇതാണ് ചച്ചുമാളിന്റെ പലഹാരക്കട. ഇവിടുത്തെ പലഹാരങ്ങൾ പൂന്തോട്ടത്തിലും പാർക്കിലും മുറിയിലും കഴിക്കാം. ചച്ചുമാളിന്റെ പലഹാരങ്ങൾ എല്ലായിടത്തും ആനന്ദകരമാണ്. അത് നിങ്ങൾക്ക് ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇതാണ് സുൽഫിയുടെ കുൽഫി. ലോകത്താരെങ്കിലും ഇതിലും നല്ല കുൽഫി ഉണ്ടാക്കിയാൽ ഞാൻ തോൽവി സമ്മതിക്കാം. കൊണ്ടുപോയി കഴിക്കൂ, ഇരുന്ന് കഴിക്കൂ, രുചിച്ച് കഴിക്കൂ, നുള്ളി കഴിക്കൂ. ഒരേ ടേസ്റ്റ്, അതാണ് ടേസ്റ്റ്. എന്താ ഒരു ടേസ്റ്റ്? ചിന്തിക്കൂ. ചൂട് കൂടിയ സമയത്ത് നമുക്ക് ഈ കുൽഫി കൈ കിട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടുത്തെ ഐസ്ക്രീമുകളെല്ലാം വെറൈറ്റിയാണ്. കുട്ടികളും മുതിർന്നവരും വെയിറ്റിംഗിലാണ്. കട്ട് 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 കട്ട്. എന്ത് പറ്റി? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒരു പ്രശ്നമില്ല. ഒന്നിന് പകരം 2 എപ്പിസോഡാണെന്ന് കിട്ടിയത്. താങ്ക് യു. സമൂസയിൽ ഉരുളക്കിഴങ്ങുണ്ട്. അപ്പൊ പാക്കപ്പ്. അപ്പൊ എന്റെ വാക്ക് ഞാൻ പാലിക്കുന്നു. ഇതാ 10,000 രൂപ, 2 എപ്പിസോഡിന്റെ ക്യാഷ്. സന്തോഷായോ? ഇന്ന് നിന്നെ ഞാൻ വിടില്ല. എങ്ങോട്ടാണ് ഓടുന്നേ? നിക്കവിടെ. അയ്യോ എന്റെ അമ്മച്ചി, താഴെന്തിനാ ഇങ്ങനെ ഓടിക്കുന്നേ? അയ്യോ വല്ലാത്തൊരു കഴുതയാണല്ലോ. സ്വയം ഒരു കഴുതയായിട്ട് പോലും മറ്റൊരു കഴുതിട്ട് ഇങ്ങനെ തല്ലാവോ? നീ ഒരു കഴുതയല്ല. ഇല്ലില്ല, എല്ലാരും പറയാറുണ്ടല്ലോ ഞാനൊരു കഴുതയാണെന്ന്. കഴുതകള് നിന്നെ പോലെ അങ്ങനെ മണ്ടന്മാരായിരിക്കില്ല. നീ താഴെ ഇറങ്ങ്. എടോ ഞാനങ്ങനെ മണ്ടരൊന്നും അല്ല, ചെറിയൊരു കഴുതയാണെന്നേ ഉള്ളൂ. ഇതാണ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് നീ ഓരോ കഴുതകളുടെ പേര് ചീത്തപ്പേരാക്കുന്നത്. ഇറങ്ങി വാടാ. നോക്കുന്നേ കണ്ടില്ലേ? ഇറങ്ങി വാടാ. നീ ഒരിക്കലും ഒരു കഴുതയാവില്ല. അയ്യോ നിങ്ങളെ സാധനങ്ങളൊക്കെ ആകെ നാശമായി പോയല്ലോ ചേട്ടാ. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സമയം ശരിയല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. സമയം ഒരിക്കലും ശരിയാകാതിരിക്കില്ല. ചിലപ്പോൾ സാഹചര്യങ്ങൾ മോശമാവാറുണ്ട്. സമയം അതിന്റെ വഴിയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിനോടൊപ്പം സഞ്ചരിച്ചില്ലെങ്കിൽ പിന്നെ മറ്റെവിടെയെങ്കിലും എത്തിയെന്ന് വരും. സംശയമുണ്ടോ? അയ്യോ എനിക്ക് ഒരു സംശയവും. എന്താ ഒരു ജ്ഞാനം! താങ്കളെ ഞാൻ എന്താ ഇതുവരെ കണ്ടുമുട്ടാത്തത് സ്വാമി? എന്റെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടിയേനെ. താങ്കൾ ആരാണെന്ന് താങ്കൾക്ക് പോലും അറിയില്ല. താങ്കൾ ഒരു തികഞ്ഞ ജ്ഞാനിയാണ്. ഇതുപോലെ ജ്ഞാനം പ്രാപ്തമാക്കാൻ വേണ്ടി എപ്പോഴാണ് താങ്കൾ ധ്യാനിക്കാനിരിക്കുന്നത്? ആ സമയം ഒന്ന് പറഞ്ഞു തരോ? ഞാൻ എന്റെ സമയം മാറ്റിവെച്ച് താങ്കളുടെ അടുത്ത് ഉപദേശത്തിനായി വരാം. കൂടാതെ താങ്കൾക്കായി വിശിഷ്ട പഴങ്ങളും ഞാൻ കൊണ്ടുവരാം. ജയ് പോപ്പട്ട് സ്വാമി. എന്റെ ശാന്തിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവുമില്ലേ? ഏതായി ശാന്തി? അല്ല അവൾക്ക് എന്തിനാ നമ്മുടെ വീട്ടിൽ സ്ഥാനം കൊടുക്കുന്നേ? അയലത്തെ ശാന്തിയുടെ കാര്യമല്ല, സൈലൻസ്. എന്റെ ധ്യാനം മുടഞ്ഞു പോയിരിക്കുന്നു. പോപ്പട്ടെ,
ധ്യാനമല്ല, ജാറ ഉടഞ്ഞു പോയത്. അയ്യോ അതിനാ പൊട്ടിച്ചത്. ഇനിയിപ്പോ ആരാ ഇത് വൃത്തിയാക്കുക? നീ എന്തിനിങ്ങനെ ഒച്ച വെക്കുന്നേ? ഞാൻ നമുക്കെല്ലാവർക്കും കുടിക്കാൻ വേണ്ടി വാട്ടർ മെലൺ ജ്യൂസ് കൊണ്ടുവന്നതായിരുന്നു. എന്നിട്ട് നീ അത് താഴെ കളഞ്ഞു അല്ലേ? അയ്യോ എന്റെ കൂട്ടുകാരെ, ഈ വഴക്കുണ്ടാക്കുന്ന നിർത്ത്. ഒന്നും ഉണ്ടായിരിക്കണടാ. എന്തോന്ന് കൂട്ടുകാരാ നിങ്ങളൊക്കെ? കൂടെയുള്ള കൂട്ടുകാരനെ സഹായിക്കുന്നതിന് പകരം അവന്റെ തലവേദന വീണ്ടും വീണ്ടും കൂട്ടരുത്. അതേത് കൂട്ടുകാരനെ? ഈ എന്റെ നീ ഈ കൂട്ടുകെട്ടിനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇപ്പോ വാക്ക് നൽകുന്നു. ഇനി ഒരു ശബ്ദം പോലെ ഇനി ഇവിടെ ഉണ്ടാവില്ല. സോറി. ഞാൻ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഉരുളക്കിഴക്കാണ് സത്യം. പട്ടിണി കിടക്കേണ്ടി വന്നാലും ആരും ശബ്ദിക്കാൻ ഞാൻ സമ്മതിക്കില്ല. താങ്ക് യു സോ മച്ച്. അയ്യോ സോറി സോറി. എന്തോന്ന് സോറി? ഇതിപ്പോ തല്ലി കിട്ടണ്ട് കിടന്ന് കാറുന്നുണ്ട്. കൂടുതൽ ഇപ്പൊ ഞങ്ങളെ തല്ലി താഴെ ഇട്ടു. ദേ, സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, ബോക്സറാ ബോക്സർ. എന്ത് കരുതി നീ ഞങ്ങളെ തല്ലുവോ? നീ ഒരു തികഞ്ഞ ഭക്ഷണപ്രിയനല്ലേ? അവന്റെ തല്ലുകൊണ്ട് പല്ലി പോതിരുന്നത് നന്നായി. അതെ ഗോപി, നിങ്ങൾ മിക്സറാണ്, സിക്സറാണ്, അടിപൊളി. ഫിക്സറാണ്. ഞാൻ ഫിക്സറോ? എടാ അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഞാൻ മാച്ച് ഫിക്സ് ചെയ്താണ് ജയിക്കുന്നത് എന്നാണോ? അത് ഇത് അങ്ങനെയാണ് ജനങ്ങൾ പറയുന്നത്. പക്ഷെ ഞങ്ങൾക്കറിയാലോ നീ ഒരു റിയൽ ബോക്സറാണ്. പക്ഷെ ബഹളം വെക്കുന്നത് എന്തിനാ ഈ തല്ലു കൊള്ളാതെ? ഞാനതിന് ബഹളം വെച്ചതൊന്നും അല്ല. ഇതേ എന്റെ അഗ്രേഷനാണ്. ഞാനേ വേൾഡ് ഹെവി വെയിറ്റ് ചാമ്പ്യനെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. പ്രാക്ടീസ് ചെയ്യുവാണ്. പ്രാക്ടീസ്. എന്റെ ബോബി, നീ നിന്റെ മനസ്സിൽ ബഹളം വെക്കേ. പോപ്പറ്റ് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എവിടെ മെഡിറ്റേഷൻ ചെയ്യുന്നത്? ഇവൻ ഇവിടെ വന്ന് നിൽക്കുമല്ലേ? അത് നീ ഇങ്ങനെ ബഹളം വെച്ചിട്ട് ധ്യാനത്തിന് ഭംഗം വരുത്തിയത് കൊണ്ടാടാ. സംശയമുണ്ടോ? ബഹളം വെക്കുന്നത് നിർത്ത്. എടാ പക്ഷെ നിങ്ങള് ഈ നാട്ടിലെ എല്ലാ ശബ്ദങ്ങളും എങ്ങനെയാ നിർത്താൻ പോകുന്നത്?